ഹായ് ഗായ്സ്, അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നമുക്കിന്നിപ്പോ ആശമ്മയും രക്ഷക്കൊടിയും ചിനിച്ചിയൊക്കെ വരുന്നുണ്ട്. കാരണം വെക്കേഷൻ അല്ല. അപ്പൊ ഇനി ഒരാഴ്ച ആശമ്മയൊക്കെ ഇവിടെ കാണും. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കറിയും ചോറും പരിപ്പൊക്കെ വെക്കാം. അപ്പം ഇന്ന് ലഞ്ച് മാത്രം കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ചിക്കൻ കറി വെക്കാനുള്ള എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാനുള്ള. അപ്പൊ അരി അങ്ങ് കഴുകിയിട്ട് അപ്പൊ ഇനിയിപ്പോ ചിക്കൻ കറി വെക്കാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും നമ്മുടെ പെരിഞ്ചീരകവും തേങ്ങ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണക്ക തേങ്ങ അതും ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് സവാളയും ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് പരിപ്പും കൂടെ വെക്കാൻ നേരത്തെ അപ്പൊ പരിപ്പിന് പയർ ഞാൻ കഴുകി അങ്ങ് കുക്കറിലോട്ട് ഇട്ടെ. അപ്പൊ അത് അവിടെ കിടന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് ഉള്ളി നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, ഗരം മസാല ആയിട്ട് ഇട്ടത്. അപ്പൊ അതിട്ടൊന്ന് ഇളക്കിയിട്ട് അതിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് വരട്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മഞ്ഞപ്പൊടിയും ഉപ്പും വിനീഗർ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ. അപ്പൊ അതും ഇട്ട് അങ്ങ് ഇളക്കാം. ഇന്നിപ്പോ കുക്ക് ചെയ്യാൻ എന്റെ കൂടെ ഏട്ടനും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് ആശമയൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് കറികൾ അധികം വെക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പൊ പെട്ടെന്ന് കുക്ക് ചെയ്യണമല്ലോ. അപ്പൊ പ്ലേറ്റ്സും എല്ലാം വാഷ് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടൻ കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിന്ന് ജോലി തീർക്കും കേട്ടോ. ആ സമയം കൊണ്ട് പരിപ്പും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു വെച്ചു. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും ഇട്ടപ്പം ചിക്കൻ കറി സെറ്റ്. അപ്പൊ ഇതിനിടയിൽ ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും നമ്മുടെ മല്ലിപ്പൊടിയും ഇട്ടൊന്ന് മൂപ്പിച്ച് ചിക്കന്റെ മേഖലയിൽ ഒഴിച്ചു കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഒഴിക്കുമ്പോൾ. കളർ കണ്ടോ, അതാ ഇത്രയും കളർ കിട്ടുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഇതാ ഏട്ടൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഇത് ആശമ്മയും ചിന്നിച്ചേച്ചിയും രക്ഷക്കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പയർ തോരനും കൂടെ വെക്കണം. അപ്പൊ ഞാനത് പാനിലേക്ക് കടുക് വറുത്ത് സവാള അങ്ങിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച പയറും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് വെന്ത് വന്ന സമയത്ത് നമ്മുടെ അരപ്പ് കൂട്ട് അങ്ങ് അടച്ചു വെച്ചേ. അപ്പൊ ആ സമയം കൊണ്ട് അരിയും ഊറ്റി മേടിക്കാനുണ്ടായിരുന്നേ. അപ്പൊ അരി അങ്ങ് ഊറ്റി വെച്ചിട്ട് അപ്പൊ അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് ഏട്ടൻ ബാക്കി പ്ലേറ്റ്സ് എല്ലാം അങ്ങ് വാഷ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഒരുവിധം ജോലി തന്നെ കഴിഞ്ഞു കേട്ടോ. കാരണം പ്ലേറ്റ്സ് ആണല്ലോ വാഷ് ചെയ്യുന്നതിൽ കുറച്ച് അധികം ജോലി നമുക്ക് വരുന്നത്. അതിനിടയ്ക്ക് എൻ്റെ കൈ ഒന്ന് പൊള്ളിപ്പോയി കേട്ടോ. കാരണം ഈ പയറിൻ്റെ അടപ്പിൽ പിടിയില്ലായിരുന്നു ആ അടപ്പിൽ. അപ്പോൾ അതിങ്ങനെ ഞാൻ ഒരു സൈഡ് വെച്ച് എടുത്തപ്പം ഇപ്പുറ സൈഡിൽ പുകയടിച്ചു കേട്ടോ. അടിച്ചപ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പൊള്ളിയെന്ന് വിചാരിച്ചില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ നല്ലപോലെ പൊള്ളി വന്നു കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ഇട്ടു, പക്ഷേ എന്നിട്ടും പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അടിക്കും തോറും എനിക്ക് ഭയങ്കരമായിട്ട് നീറുന്നുണ്ടായിരുന്നു. അതാ ഞാൻ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ഊതി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പോലും എനിക്ക് വേദന സഹിക്കുന്നില്ലായിരുന്നു കേട്ടോ. ചൂടടിക്കും തോറും ഭയങ്കര വേദനയുണ്ട്. പിന്നെ ഏട്ടൻ വന്ന് ബാക്കി എല്ലാം എടുത്ത് പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് ടേബിളിൽ കൊണ്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ഇനി ചോറും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടുണ്ട്. പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടം കൂടെ എടുത്തു കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിൽ എല്ലാം കൊണ്ട് വെക്കാം. നമ്മുടെ ചിക്കൻ കറി ഉണ്ട്, പരിപ്പുണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ നമ്മുടെ പയർ തോരനുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചിക്കൻ കറിയുടെ കളറുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് ടോപ്പിൽ ഒഴിക്കുമ്പോഴാട്ടോ ഇത്രയും കളർ കിട്ടുന്നത്. നല്ല അടിപൊളി ചിക്കൻ കറി ആട്ടോ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.